ഒരു പെൺകുട്ടീനെ കിസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയെന്ന രീതിയിലേക്ക് സൺചിയും ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം തന്നെ ഇൻഹുക്ക് കാണിക്കുകയും, അപ്പോൾ നീ ഒരാളെ ഡേറ്റ് ഒന്നും ചെയ്യുക അല്ലായിരുന്നോ? അന്ന് നീ ഒരു പെൺകുട്ടീനെ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവളെ ആയിരുന്നോ കിസ് ചെയ്യുന്നതായിട്ട് നീ ഓർത്തിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സൺഷയുടെ അടുത്തും ചോദിക്കുന്നു. ഞാൻ അവളെ കണ്ടുമുട്ടുന്ന സമയത്തൊക്കെ ഒരു സിനിമ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുവരെ നടക്കാത്ത പല സീൻസും ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് പോലെയൊക്കെ എനിക്കും തോന്നാറുണ്ട് എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു പ്രണയമാണെന്നായിരുന്നു ഇൻഹുക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ടൈസങ്ങിനെ കുറിച്ച് കൂടി ഇൻഹുക്ക് പറയുകയാണ്. അതായത് ടൈസങ് ഇപ്പോൾ ഒരു പോലീസാണ്, മാത്രല്ല നിന്റെ അടുത്തൊരു സഹായമൊക്കെ വേണമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇൻഹുക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ടൈസങ്ങിനെ കാണുവാനായിട്ട് സൺചയും എത്തുന്നു. നിന്റെ ഫാനായിട്ടുള്ള ഒരു പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോകുവാനായിട്ടൊക്കെ ഒരാൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ടെത്തുവാനായിട്ട് നിന്റെ കാറിന്റെ ഡാഷ് ക്യാമറയുടെ ഫുട്ടേജസ് ഒക്കെ ആവശ്യമായിട്ടുണ്ടെന്നായിരുന്നു ടൈസങ്ങും പറയുന്നത്. എന്തായാലും എന്റെ ഒരു ഫാനിന് വേണ്ടിയല്ലേ ഞാനും അതൊക്കെ തരുവാനായിട്ട് തയ്യാറാണെന്ന് സൺജയും അറിയിക്കുന്നു. എന്റെ സോള് ചെയ്യുന്ന ഒരു സിനിമയിലെ നായകനായിട്ട് നീ അഭിനയിക്കുവാനായിട്ട് പോവുകയാണല്ലേ? എന്നാലും നീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കൊന്നും അവളെ രാവിലെ വിളിക്കേണ്ടതില്ലായിരുന്നു എന്നൊക്കെ ടൈസങ് സൺജിയോട് പറയുമ്പോഴത്തേക്കും നീ എന്തിനാണ് എപ്പോഴും എപ്പോഴും എന്റെ സോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ സൺജിയും ചോദിക്കുന്നു. പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ പറഞ്ഞു ശീലിച്ചതാണ്. പിന്നെ നിന്റെ മനസ്സിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് വായിച്ച് കളഞ്ഞേക്കുവാനൊക്കെ ടൈസൺ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളും ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെന്നൊക്കെ ഇൻഹുക്കും അറിയിക്കുന്നു. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുവാനായിട്ട് അവർക്കും ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തതായിട്ട് കടയിലെ സ്റ്റാഫും അവർക്ക് കുടിക്കുവാനായിട്ട് കോഫിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. മൂന്ന് പേരും ഒന്നിച്ച് ആ ഒരു കോഫിയൊക്കെ കുടിക്കുവാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ വളരെയധികം ചൂടായിരുന്നത് കൊണ്ട് തന്നെ ഇൻഹുക്ക് ആദ്യം തന്നെ ആ ഒരു കോഫിയൊക്കെ മാറ്റി വെക്കുന്നു. പക്ഷെ ആറ്റിറ്റ്യൂഡൊക്കെ വിട്ടുകളയുവാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും തന്നെ കാര്യമാക്കാതെ അത്രയും ചൂടുള്ള കോഫിയൊക്കെ ടൈസങ്ങും സൺഷയും ഒരുപോലെ കുടിച്ചു തീർക്കുകയാണ്. ഡാഷ് ക്യാമിന്റെ വീഡിയോസ് ഒക്കെ സൺഷയ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന യങ്സോന്റെ വണ്ടിയൊക്കെ അവനെ പാസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങൾ കൂടി അവൻ കാണുന്നു. അപ്പോഴാകട്ടെ ഇതിനു മുമ്പ് യങ്സോനെ കണ്ടതിന്റെ കുറച്ച് ഓർമ്മകളൊക്കെ അവനും വരികയാണ്. ചേട്ടനും ഹ്യൂൻചും ആരും തന്നെ തങ്ങളെ അറിയാതിരിക്കുവാനായിട്ട് വേഷമൊക്കെ മാറ്റിയിട്ടായിരുന്നു തിരിച്ച് ബാക്കിൽ നിന്നും പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആരുമില്ലാത്ത ഒരു സ്ഥലത്തൊക്കെ എത്തിയിട്ട് പാസ്ബുക്കും എടുത്തു നോക്കുമ്പോഴത്തേക്കും അക്കൗണ്ടിൽ വലിയൊരു തുക തന്നെ വന്നിട്ടുമുണ്ടായിരുന്നു. ആ ഒരു പണം കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് അവർ അപ്പോഴും തന്നെ പ്ലാൻ ചെയ്യുന്നു. മാത്രമല്ല ഒരു വീടൊക്കെ വെച്ചാലോ എന്നൊക്കെ അവർ ചിന്തിക്കുമ്പോഴത്തേക്കും വീട് വെക്കുവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ പണം എല്ലാം തന്നെ നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ ആയിരുന്നു അവളും ചോദിക്കുന്നത്. സാധാരണ ലോട്ടറി ഒക്കെ അടിക്കുകയാണെങ്കിൽ വലിയൊരു തുകയായിരിക്കും കിട്ടുക. പക്ഷെ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു തുക മാത്രമാണ്. അങ്ങനെ ഇരിക്കെ നീ ലോട്ടറിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന അതേ കടയിൽ നിന്ന് ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്ന 50 പേർക്കൊക്കെയാണ് ലോട്ടറി അടിച്ചിട്ടുള്ളത്. അതും ഒരു ഭാഗ്യമായിട്ടൊക്കെ നിനക്ക് തോന്നുന്നില്ലേ എന്നൊക്കെ ആയിരുന്നു ഹ്യുൻജുവും ചോദിക്കുന്നത്. ഒരു വർഷം മുമ്പ് നടന്ന മറ്റൊരു സംഭവമൊക്കെ കാണിക്കുകയാണ്. ചേട്ടനും ആകെ മദ്യപിച്ച് നേരത്തെ സോള് കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പേഴ്സ് ഒക്കെ ആയിട്ട് കടയുടെ മുമ്പിലൊക്കെ ലോട്ടറി എടുക്കുവാനായിട്ട് നിൽക്കുകയാണ്. ചേട്ടന്റെ പിറകിൽ നിന്ന ആളും ഇതെന്താണ് ഈ ഒരു നമ്പേഴ്സ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ സഹോദരി ഒരു മന്ത്രവാദിനിയാണ്, അവൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നമ്പറുള്ള ലോട്ടറിക്ക് എടുക്കുകയാണെങ്കിൽ ലോട്ടറി അടിക്കുമെന്നാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ എഴുതിയെടുത്തിട്ടുള്ളതെന്നൊക്കെ അവനും പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന ആൾക്കാരും മന്ത്രവാദിനി പറഞ്ഞ ലോട്ടറി നമ്പർ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഒരുപോലെ ആ ഒരു നമ്പറും എഴുതിയെടുക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ ലോട്ടറി പോലെ ഒന്നുമല്ല കൊറിയയിലെ ലോട്ടറി. നമ്മൾ ഓരോ നമ്പേഴ്സ് ഒക്കെ അവർക്ക് എഴുതി കൊടുക്കണം. അതേ നമ്പേഴ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളും വിജയിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ ഒരേ നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് മണി വീതം വെച്ചൊക്കെ പോകുന്നതാണ്. ഇപ്പോഴാകട്ടെ 50 പേര് ചേട്ടൻ കാരണം ഒരേ നമ്പേഴ്സ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ പണമൊക്കെ 50ആയിട്ട് വീതം വെച്ചിട്ട് മിച്ചമുള്ള തുകയൊക്കെ ആയിരുന്നു ചേട്ടന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ആ ഒരു കടയിൽ നിന്നും എടുത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഹ്യുൻജുവും വിചാരിക്കുന്നത്. നീയും ഒരു ഓഡീഷനൊക്കെ ഒന്ന് പോയി നോക്ക്, നിനക്കിപ്പോൾ നല്ല ഭാഗ്യമാണ്, ഒരു പക്ഷെ ആ ഓഡീഷന് പോലും നീ വിജയിച്ചേക്കാം എന്നൊക്കെ ഹ്യുൻജുവും അറിയിക്കുന്നു. സൺജ വീണ്ടും മറ്റൊരു ഡിസ്കഷന് വേണ്ടിയിട്ട് സോളിന്റെ അടുത്തേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഇതാകട്ടെ നേരത്തെ സോൾ എഴുതിയിട്ടുണ്ടായിരുന്ന അതേ സ്റ്റോറിയുടെ കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ സൺജയും ഈ ഒരു സ്റ്റോറിയൊക്കെ വളരെ സാഡ് എൻഡിങ് അല്ലേ, അതൊക്കെ മാറ്റിപ്പിടിച്ചിട്ട് ഒരു ഹാപ്പി എൻഡിങ് ഒക്കെ ആക്കുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ സോളിന്റെ അടുത്തും ചോദിക്കുന്നു. അതായത് എല്ലാ ഓർമ്മകളും അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അവൻ അവളെ കണ്ടുമുട്ടുകയും വീണ്ടും പ്രണയത്തിലാക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ സ്റ്റോറി കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നൊക്കെ സഞ്ജയ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്ന രീതി തന്നെയാണ് കൂടുതൽ നല്ലതെന്നായിരുന്നു സോളും പറയുന്നത്. അവൻ വീണ്ടും അവളെ കണ്ടുമുട്ടിയതിനു ശേഷം പ്രണയത്തിലൊക്കെ ആകുകയാണെങ്കിൽ നേരത്തെ വിധി പോലെ തന്നെ അവനെയും അത് ബാധിച്ചാലോ, അവനും മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ എങ്ങനെയാണ് പിന്നീട് അവൾക്കും ജീവിക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ സോളും ചോദിക്കുന്നു. എല്ലാ ആൾക്കാരും മരിക്കേണ്ടവരല്ലേ, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് പ്രശ്നമെന്നൊക്കെയാണ് സഞ്ജയും ചോദിക്കുന്നത്.
പക്ഷേ വീണ്ടും അവർ പ്രണയത്തിലാക്കുകയാണെങ്കിൽ, അവൻ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, പിന്നെ അവൾ ഇത്രത്തോളം കഷ്ടപ്പെട്ടത് വെറുതെയായി പോക്കുകയില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നൊക്കെയാണ് സഞ്ജയും അറിയിക്കുന്നത്. പിന്നീട് സോൾ നടന്നു പോകുമ്പോഴത്തേക്കും സഞ്ജയും അവളുടെ കൂടെ പോകുന്നു. നിനക്ക് ശരിക്കും ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. ടൈസങ്ങും നിന്റെ ബോയ് ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ സഞ്ജയും സോളിനോട് പറയുന്നു. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒന്നിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നീയും എന്നെ ഒരിക്കലും ഫോളോ ചെയ്ത് വരരുതെന്നൊക്കെ സോളും സഞ്ജയോട് പറയുന്നു. സഞ്ജയും ഇനി ഒരിക്കലും അതിര് കടന്ന് സംസാരിക്കുകയില്ല എന്നൊക്കെ അവളോട് പറയുമ്പോൾ അവളാകട്ടെ എല്ലാ കാര്യത്തിനും അവന്റെ അടുത്ത് നന്ദി പറയുകയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കുറെ കാലം നിനക്കും ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും പോകുകയാണ്. ടൈസങ്ങിന്റെ ഒപ്പം സോള് വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈയിടെയായിട്ട് ടൈസങ് തന്നെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ നീ എന്നെ സ്നേഹിക്കുവാനായിട്ട് പാടില്ല എന്നുമൊക്കെ സോളും ടൈസങ്ങിനോട് പറയുന്നു. ടൈസങ്ങും 10 വർഷത്തോളം അവളെ ഫ്രണ്ടായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈയിടെയായിട്ട് പണ്ട് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലായിരുന്നു, മറിച്ച് നിന്റെ ലവർ ആയിരുന്നു എന്ന രീതിയിലൊക്കെ എനിക്കും തോന്നിപ്പോകുകയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയുകയില്ല. എനിക്ക് വല്ല തെറ്റും സംഭവിച്ചതാണോ എന്നൊരു സംശയമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ഡേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ ടൈസങ്ങും അവളുടെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ അവളും അവൻ ഒട്ടും തന്നെ സീരിയസ് അല്ലാതെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് നിന്റെ അടുത്ത് പ്രണയമുണ്ടോ എന്ന സംശയമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതായി പോകുമോ എന്ന പേടിയാണ് തനിക്കിപ്പോൾ ഉള്ളതെന്നൊക്കെ ടൈസങ്ങും തുറന്നു പറയുന്നുണ്ട്. സോളം ഇതിനു മുമ്പായിട്ട് തന്നെ ടൈസങ്ങിന്റെ അടുത്ത് തനിക്ക് ഒരാളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും ആ ഒരു കാര്യമൊക്കെ ടൈസങ്ങിന്റെ അടുത്ത് ഓർമ്മപ്പെടുത്തുമ്പോഴത്തേക്കും അവനും ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കുകയില്ല എന്നൊക്കെ അവളോടും പറയുന്നു. സോളും വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി അവൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. മാത്രമല്ല മുത്തശ്ശിയും അവളുടെ പേരൊക്കെ എടുത്തു പറയുന്നു. കുറെ കാലം കൂടിയാണല്ലോ മുത്തശ്ശിയും സ്വബോധത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൾക്കും ഒരുപാട് സന്തോഷമായിരിക്കുകയാണ്. ഓർമ്മകൾ ഒരിക്കലും ഇല്ലാതാകുകയില്ല. നമ്മുടെ തലച്ചോറ് അതൊക്കെ മറന്നു പോകുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ഓർമ്മകളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും സഞ്ജയനെ കുറിച്ചും ടൈസങ്ങിനെ കുറിച്ചും ആയിരുന്നു സോളും ഓർക്കുന്നത്. ഞാനും എന്റെ ഓർമ്മകളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ആകട്ടെ 3 വയസ്സുള്ള ഒരു കുട്ടിയായിട്ടൊക്കെ ഞാൻ മാറുന്നതായിരിക്കും. മറ്റു ചിലപ്പോഴാകട്ടെ എന്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയ സമയത്തുള്ള 18 വയസ്സുള്ള ഞാനായി ഞാൻ മാറുന്നതായിരിക്കും. എന്റെ ഏറ്റവും ഇളയ പേരക്കുട്ടീനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിന്റെ അടുത്തും ഞാൻ എത്തുന്നതായിരിക്കും എന്നൊക്കെയാണ് മുത്തശ്ശിയും പറയുന്നത്. സഞ്ജയുടെ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറ ഒക്കെ പരിശോധിച്ചതിന് ശേഷമാകട്ടെ ഇപ്പോൾ യങ്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. ബോസുമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തുന്ന സമയത്താകട്ടെ സോൾ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ സഞ്ജു ചോദിക്കുമ്പോഴത്തേക്കും ആയിരുന്നു സോളും കമ്പനിയൊക്കെ ഉപേക്ഷിച്ച് പോയെന്ന കാര്യം ബോസ് തന്നെ സഞ്ജയുടെ അടുത്ത് പറയുന്നത്. സോളിന്റെ ആ ഒരു ക്ലോക്ക് ഒക്കെ ഇപ്പോൾ ഉള്ളത് സഞ്ജയുടെ കയ്യിലാണല്ലോ. അവളെ ഇനി ഒരിക്കലും ഞാൻ കാണുകയില്ലെങ്കിൽ ഇതൊക്കെ അവൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടില്ലേ എന്നൊക്കെ അവനും ആലോചിക്കുന്നു. അപ്പോഴായിരുന്നു അവനും ഒരു മ്യൂസിക് ഒക്കെ കേൾക്കുന്നത്. ഇതാകട്ടെ നേരത്തെ സൺഷ എഴുതിയിട്ടുണ്ടായിരുന്ന സോൾ സ്ക്രിപ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടിന്റെ അതേ മ്യൂസിക് തന്നെയാണ്. യങ്സ് വർക്ക് ചെയ്യുന്ന കാർ കമ്പനിയിലൊക്കെ എത്തിയതിനു ശേഷം അവിടെ നിന്നും യങ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ് ടൈസങ്ങും. സ്ക്രിപ്റ്റിൽ സോൾ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടിന്റെ മ്യൂസിക് ഒക്കെ സൺഷ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബോസും ഇപ്പോൾ സോളിന് മെസ്സേജ് ഒക്കെ അയക്കുന്നു. അങ്ങനെ സോളും അതിലുണ്ടായിരുന്ന ഓഡിയോ ക്ലിപ്പ് ഒക്കെ കേട്ടു നോക്കുന്നു. അപ്പോഴാണ് ഓർമ്മകൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. നമ്മൾ കണ്ട് കേട്ട് മനസ്സിലാക്കിയ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ തലച്ചോറ് മറന്നു പോകുകയാണെങ്കിൽ പോലും മനസ്സിൽ അതെന്നും തന്നെ ഉണ്ടായിരിക്കുമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞതിനെ കുറിച്ചും അവൾ ഓർക്കുന്നത്. അതായത് ആ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നേരത്തെ അവൻ എഴുതിയിട്ടുണ്ടായിരുന്ന അതേ പാട്ട് അതേ രീതിയിൽ തന്നെ ആയിരുന്നു അവൻ ഇപ്പോഴും പാടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സോളും അവന്റെ പാട്ട് കേട്ട് അതിന്റെ കൂടെ പാടുന്നു. എങ്സുവിനെതിരായിട്ടുള്ള അറസ്റ്റ് വാറന്റ് ഒക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ എങ്സു ഇതിനു മുമ്പ് കൊലപാതക കുറ്റത്തിനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അന്ന് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈസങ്ങിന്റെ അച്ഛനാണെന്നുമുള്ള കാര്യമൊക്കെ പോലീസും ടൈസങ്ങിനെ അറിയിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് യങ്സുവും വണ്ടിയുമായിട്ട് അവിടേക്ക് എത്തുന്നത്. യങ്സുവിനോട് ഒരു കാര്യം സംസാരിക്കാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ടൈസങ്ങും യങ്സുവിന്റെ അടുത്തേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും യങ്സുവിനും അത് പോലീസാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനും വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. എങ്കിൽ പോലും ടൈസഗൺ ടീമും ആകട്ടെ അയാളെ ഫോളോ ചെയ്ത് അയാളുടെ പിന്നാലെ തന്നെ പോകുന്നു. അങ്ങനെ ഇരിക്കെ അവനും കയ്യിലുണ്ടായിരുന്ന ക്ലോക്ക് ഒക്കെ തിരിച്ച് ക്ലോക്കിന്റെ സമയമൊക്കെ നേരെ ആക്കുമ്പോഴാകട്ടെ പണ്ട് നടന്ന പല കാര്യങ്ങളും അവന്റെ ഓർമ്മയിലേക്കായിട്ട് വരുന്നു. സോളം വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളും അവളുടെ കുടയൊക്കെ നിവർത്തുകയാണ്. സഞ്ജയും റോഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിൽക്കുകയും അവളും കയ്യിലുണ്ടായിരുന്ന മഞ്ഞ കളറുള്ള കുടയൊക്കെ നിവർത്തുന്നതും കണ്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ, അതായത് സോളിന്റെയും സഞ്ജയുടെയും ഇടയിൽ നടന്ന പല പല കാര്യങ്ങളും അവൻ ഓർത്തെടുക്കുകയാണ്.
അപ്പോഴാണ് അവനും സോളിന്റെ മുഖമൊക്കെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. തന്റെ മുമ്പിലുള്ളത് സോളാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവനും പയ്യെ റോഡിലേക്കൊക്കെ ഇറങ്ങുന്നു. പക്ഷെ റോഡിലിറങ്ങി കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവന് വളരെ വലിയൊരു തലവേദനയൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടോ പിന്നോട്ടോ നടക്കുവാനായിട്ട് സാധിക്കാതെയൊക്കെ അവനും റോഡിൽ നിൽക്കുന്നു. അപ്പോഴായിരുന്നു യങ്സുവിന്റെ വണ്ടിയൊക്കെ അതുവഴി വന്നിട്ടുണ്ടായിരുന്നത്. യങ്സും സൺഷയും മാറും എന്നൊക്കെ വിചാരിച്ച് ആദ്യം കുറച്ച് ഹോണൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും സൺഷയും അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എന്നാൽ അവനെ ഇടിച്ചിട്ടേക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സൺഷയുടെ അടുത്തേക്ക് വണ്ടിയുമായിട്ട് പോകുകയാണ് യങ്സു. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുന്ന ടൈസങ്ങും അതിനിടയ്ക്കായിട്ടൊക്കെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയും യങ്സു സൺഷൈനെ ഇടിക്കുവാനായിട്ട് പോകുന്നതൊക്കെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ടൈസങ്ങിന്റെയും അതുപോലെ തന്നെ യങ്സുവിന്റെ വണ്ടികൾ തമ്മിലാണ് കൂട്ടിയിടിക്കുന്നത്. പക്ഷേ തലവേദനയൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്ന സൺഷയും അവിടെ ബോധം കെട്ടൊക്കെ വീഴുന്നു. അങ്ങനെ അവൻ റോഡിലൊക്കെ കിടക്കുന്ന സമയത്താണ് അവനും സോളും തമ്മിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവന് വളരെയധികം വ്യക്തമായിട്ടൊക്കെ കാണുന്നത്. വിധി എന്ന ഒന്നുണ്ടെങ്കിൽ എന്റെ പാസ്റ്റിലും എന്റെ പ്രസന്റിലും എന്റെ ഫ്യൂച്ചറിലും ഞാൻ നിന്നെ മാത്രമായിരിക്കും സ്നേഹിക്കുന്നുണ്ടാവുക എന്നൊക്കെ സൺജു പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ കൂടി കേൾപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.